ഗസ് ഇവിടെ ഷോ ഇൻട്രോ ആണ് കൊടുക്കുന്നത് ഗേസ്. നമ്മൾ ആദ്യത്തെ കളി കളിച്ചപ്പോൾ തോറ്റു. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി പിടിക്കാം ഗേസ്. മിസ്റ്റർ മീസ്റ്റിന് നല്ലത് തന്നെ കൊടുക്കണമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ഗേസ്. കാരണം ആദ്യം വന്ന് കയറി വന്നാൽ തന്നെ മിസ്റ്റർ മീസ്റ്റ് എനിക്കിട്ടാണ് ഗേസ് പണിഞ്ഞത്. കാരണം എനിക്ക് ഷൂട്ട് ഗൺ ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? കാരണം നമുക്കൊന്ന് നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. നമുക്ക് മിസ്റ്റർ മിസ്സി ഇങ്ങോട്ട് വിളിക്കാം ഗേസ്. അപ്പം ഇങ്ങോട്ട് വരും ഗേസ് മിസ്റ്റർ മീറ്റ് ഗേസ്. ഓ ഗേസ് പെട്ടു. അയ്യോ ഗേസ് നോക്കാം. കുറെ സ്ഥലമുണ്ട് ഗേസ് ഇവിടെ. എന്തൊക്കെയോ സാധനങ്ങളും അതിൻ്റെ ഒത്ത സ്ഥലങ്ങളും ഉണ്ട്. റീലോഡ് ചെയ്യണം ഗേസ് നമുക്കിതെങ്ങനെയെങ്കിലും. നമുക്ക് മിസ്റ്റർ മിസ്സിനെ അങ്ങോട്ട് വരുത്താം. നമുക്ക് അതുവഴി എങ്ങോട്ടെങ്കിലും അതെ വന്നു കേസ്. ഓ ഗൈസ് പെട്ടിട്ടുണ്ട്. ദേ വരുന്നു എൻ്റെ പിറകെ. ഓ ഗൈസ് ഗൈസ് അങ്ങോട്ട് കയറിയ നമ്മൾ പെട്ടു. അവർ പോയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മച്ചൻ. Access to the Mr. Mist drawer. Players it is. ഡ്രോയറിനകത്ത് എന്ത് കാണും കേസ്? മ്യൂസിക് ബോക്സ്. അക്സസ് ടു ദ ഗ്യാരേജ്. ഇനി നമുക്കിനി ഗ്യാരേജിലോട്ട് പോകണം കേസ്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഗ്യാരേജ് ഓ കേസ് അവിടെ ഒരു മുട്ട തല ഞാൻ കണ്ടു കേസ്. നോക്കി ഇപ്പൊ കയറി വരും കേസ്. ഇപ്പൊ കയറി വരും. ഓ കഥ തുറന്നു കേസ്. വാവ് ഗൈസ് നല്ല കാര്യം. ഇനി നമുക്ക് ആ സ്ഥലത്ത് പോയി കാണാം. ഏത് സ്ഥലം? ഏതൊരു സ്ഥലം എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം വരും. അയ്യോ എന്തുവാ ഗൈസ്?
വാവ്, നല്ല രസം. യോ യോ എന്താ കേസ് കാണിക്കുന്നത്? എന്താ കേസ് കാണിക്കുന്നത്? ഡാൻസ് കളിക്കുന്നത്. അയ്യോ, കൊടുക്കോ. ഓടിക്കോ ഗേസ്. അയ്യോ ഗേസ്, അത് എന്തിട്ട സാധന. വാ ഗേസ്, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. അയ്യോ ഗേസ്, തീർന്നു. ഇത്രേ ഉള്ളു കാര്യം, നമ്മുടെ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. അടുത്ത നമ്മൾ കണ്ണു തുറക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. എ പീസ് ഓഫ് വുഡൻ സ്റ്റേക്ക് എന്നല്ലേ? ഇവിടെ എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം ഗേസ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗേസ്. ഫസ്റ്റ് ഇൻ ദി സ്ലോട്ട് ഇതാണ് എന്തിനാണ് ഗേസ്? ഇതെന്താ ഗേസ്? ക്രാങ്ക് ഡയറി നോട്ട്സ് റീഡ്. അതായത് ഇനിയുണ്ട് ഗേസ് 3 നോട്ട്സ് ഡയറിയുടെ. തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എന്തായാലും നമ്മൾ ഇനിയും ഇതിനെങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം ഗേസ്. ഇനി ഒരു ഡയറി നോട്ടുണ്ട് ഗേസ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാണാൻ കഴിയില്ല ഗേസ്. ദേക്കല്ല നോക്ക് ഗേസ്. ഇതെന്തിട്ട് സാധനം? കൊന്നു ഗേസ്, നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് ഗേസ്. ഗേസ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനേ നമുക്ക് സമയമുള്ളൂ. ഇതെന്തോട്ട സാധനോ? ഗേസ്, അങ്ങനെ നമ്മള് ജസ്റ്റ് മിസ്സായിരുന്നു ഗേസ്. മിസ്റ്റർ ബീസ്റ്റ് ഡ്രോയറോ? മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഡ്രോയർ എവിടെയാണ് ഗേസ്? ശരിക്കും എനിക്കറിയത്തില്ല കേട്ടോ. മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഡ്രോയർ എവിടെയാണോ എന്തോ. ഇവിടെ എന്തായാലും അതില്ല. നമുക്കിനി ഇതിനകത്ത് തന്നെ നോക്കണം ഗേസ്. നോട്ട്സ് നോക്കിയെടുക്കണം. ദോ നിൽക്കും നമ്മുടെ. കൊന്നു ഗൈസ്, കൊന്നു. നമ്മൾ ഇത്രേ ഉള്ളൂ, നമ്മൾ തീർന്നു.
എനിക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗൈസ്, അതാണ് പ്രശ്നം. എന്തായാലും നമ്മൾ അങ്ങനെ പറഞ്ഞോ ഗൈസ്. ഇപ്പൊ വന്നത് കല്ല് മാറ്റുമ്പോഴൊക്കെ നോക്കിക്കേ, കല്ല് മാറ്റുമ്പോഴുള്ള സൗണ്ട്. എടാ നിന്നെ എങ്ങനെയെങ്കിലും കൊല്ലണം, നീ നോക്കിക്കോ. ഗൈസ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരൊറ്റ ഡയറി നോട്ടാണ് ഗൈസ്. അപ്പൊ ഇതിന് നമ്മൾ ഈ സാധനം എങ്ങനെയെങ്കിലും ഉപയോഗിക്കണോ ഗൈസ്? നോക്കണം ഗൈസ്. പരമാവധി ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് വരെ കൊണ്ട് വയ്ക്കുന്ന ടീമാണ് ഇതൊക്കെ, പറയാൻ പറ്റില്ലല്ലോ. ഗൈസ് ഇതാണ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീട്ടിൻ്റെ അകം. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ടൊന്ന് കയറി പറ്റിയാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്ന എനിക്കൊരു പന്നി ഇവിടെ എവിടെയോ പോയി, അതോ നിൽക്കുന്ന കേസ്. വാവ്, നമ്മളെ കൊല്ലം കാത്തു നിൽക്കേണ്ട കേസ് ആ സാധനം. എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് സർവൈവ് ചെയ്യും, ഉറപ്പാണ് കാര്യം. ഗസ് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്. നമുക്ക് ഈ പന്ത് നമ്മളെ എങ്ങനെ കാണാതിരിക്കണം ഗസ്. നമ്മൾ കുറേയൊക്കെ അക്സസ് ടു ദ ഹൗസ് എത്തി. നമുക്കിനി ഓപ്പൺ ദ ഗ്യാരേജ് കേജൊക്കെ എടുക്കാറുണ്ട്, കുറേ ഉണ്ട് ഇനി. ഗേസ് ഇവിടെ അങ്ങനെ ഒളിക്കാൻ സ്ഥലമുണ്ട് ഗേസ്. ഓ ഗേസ് പെട്ടു ഗേസ്, പെട്ടു. ഇല്ല ഗേസ്, ഇല്ല ഗേസ്, അതിന് തിരിച്ച് ഗേസ് രക്ഷപ്പെട്ടു ഗേസ്. ഇങ്ങനെ നമ്മൾ എപ്പോഴും രക്ഷപ്പെടണം ഗേസ്. നമുക്കിനി ഗ്രാഫിക്സ് ലോ മതി ഗേസ്, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കും. ലോ ഇട്ട പൊട്ടം കൊള്ളത്തില്ല ഗേസ്. ഇപ്പൊ കൊള്ളാം ഗേസ്. ഗേസ് നമ്മളെന്തോ പണി വാങ്ങാൻ നിൽക്കുകയാണ് ഇവിടെ. നമ്മളെങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്ന എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. ഗേസ് നല്ല കാര്യം ഗേസ്. ഇവിടെ വന്നാൽ നമുക്ക് ഒളിച്ചിരിക്കാൻ നല്ല സേഫാണ്. ഇതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, അതാണ് നല്ല നമ്മുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. Access to the Mr. Beast ഡ്രോവർ എവിടെയാണ് ഗീസ്? അതെനിക്കറിയത്തില്ല ഇപ്പോഴും.
ഡ്രോവർ എനിക്ക് എപ്പോഴും എവിടെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല. ഓ ഗൈസ് തീർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീർന്നേരം ഗൈസ്. നമുക്ക് നല്ലത് കിട്ടാനുള്ളൊരു പണിയാണ് നമ്മളിപ്പോൾ ഒപ്പിച്ചത്. പക്ഷേ അതിലൊന്നും നമ്മളങ്ങനെ വീഴത്തില്ല എന്ന് തെളിയിച്ചു കൊണ്ട് അയ്യോ വന്ന് ചാടിയത് എവിടെയാണെന്ന് നോക്കി ഗൈസ്. അമ്മച്ചി എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം ഗൈസ്. ദാറ്റ്സ് അവർ ലക്ഷ്യം. നല്ല കാര്യം ഗൈസ്. ഇതേപോലെ നമ്മൾ എപ്പോഴും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതായിരിക്കും. പക്ഷെ ഒളിക്കാൻ കുറേ കൂടെ സ്ഥലം വേണമെന്നാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്. നമുക്ക് ഇവിടെ കാണാനാണ് ഗസ് സാധ്യത കൂടുതൽ. ഒരു ഡയറി നമ്മൾ വായിച്ച് The father doesn't treat me. Truly trouble just said to that my father doesn't treat me well. നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. He says please കുഴപ്പമില്ല എന്നാലും hang an indem to use the wall. ഈ വാളിൽ യൂസ് ചെയ്യേണ്ട ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാദറിന് ലബോറട്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഗീസ്. എന്തായാലും നമുക്കൊരു പണി വരുന്നുണ്ട്. എവിടെ ഗേസ്? അയ്യോ ഗേസ് ഞാൻ കണ്ടില്ല, നമ്മൾ പിറകിലായിരുന്നു. ആ ഗേസ് മിസ്റ്റർ ബീസ്റ്റ് അല്ല മിസ്റ്റർ മീസ്റ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഗേസ് നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഈ ഗെയിം ജയിക്കാനായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മിസ്റ്റർ 2 ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഗെയിം പ്ലേ ഇത്രേ ഉള്ളൂ ഗേസ്. ടാറ്റാ ബൈ.